ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ? ഇത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള തേക്കുംകര പഞ്ചായത്തിലെ ഒരു മനോഹരമായ ഒരു റോക്ക് ഗാർഡനിലേക്കാണ്. ഈ ഗാർഡൻ്റെ പേരാണ് ചെപ്പാറ റോക്ക് ഗാർഡൻ. നമ്മൾ നല്ല പച്ചപ്പിൽ കൂടിയൊക്കെ കയറി നമ്മൾ റോക്ക് ഗാർഡൻ്റെ താഴത്തെത്തി. ഇതാണ് മനോഹരമായ ആ പാറ. നമുക്ക് കാറുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിബന്ധനകളൊന്നുമില്ല. 2 വീലർ അപ്പുറത്തും കാർ ഇപ്പുറത്തൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഇത് കണ്ടോ, ചെപ്പാറ റോക്ക് ഗാർഡൻ എന്നാണ് പറയുന്നത്. ഇത് തേക്കുംകര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ചെപ്പാറ റോക്ക് ഗാർഡൻ ഉള്ളത്. 2 വീലേഴ്സൊക്കെ ഇവിടെ ഞാൻ നിർത്തി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു മനോഹരമായൊരു റോക്ക് ഗാർഡൻ ആണ് കേട്ടോ. ഒരു വലിയൊരു പാറയാണിത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഒന്നും അത്രയ്ക്ക് വലിയ രീതിയിൽ അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല. പക്ഷേ മനോഹരത്തിൻ്റെ കാര്യം ഇത് ഒരുപാട് മുന്നിലാണ്. ഒരുപാട് ആളുകൾ ഈ മനോഹരമായ ഈ പാറ സന്ദർശിക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടികൾ വരുന്നത് കണ്ടോ. ശരിക്കും നമ്മൾ ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വേറെ ഏതോ രാജ്യമായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ പാറയുടെ താഴ്വാരത്തിലുള്ള ഈ പുല്ലുകളുടെ നിറം. സാധാരണ കാണുന്ന പച്ച നിറത്തിലുള്ള പുല്ലുകളല്ല ഇവിടെ കാണുന്നത്. ഒരു ചുവപ്പ് കലർന്ന ഒരു ബ്രൗൺ നിറത്തിലുള്ള പുല്ലുകളാണ് ഈ പാറയുടെ സൗന്ദര്യത്തെ വീണ്ടും വർദ്ധിപ്പിക്കുന്നത്. അതേപോലെ ഈ ഒരു റോഡും ഈ പാറയുടെ ചുവട്ടിലുള്ള ഈ പുല്ലുകളുടെയും മനോഹരമായ നിറവും തീർച്ചയായിട്ടും ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതീതി ഇതിനുണ്ടാക്കിയിരിക്കുന്നു. നല്ലൊരു കൈവരിപ്പാത ഈ ഒരു പാറയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും നല്ലൊരു ട്രക്കിങ്ങിന് ഇവിടെ സൗകര്യമാണ്. നോക്കൂ, നമ്മൾ താഴത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ കാഴ്ചകൾ കണ്ടതിന് ശേഷം താഴത്തോട്ട് ഇറങ്ങി വരുന്ന സന്ദർശകരെയും അതുപോലെ സഞ്ചാരികളെയുമാണ് നമ്മൾ കാണുന്നത്. താഴ്വാരത്തിലെ ദൃശ്യം അതിസുന്ദരമാണ് കേട്ടോ. ഇടയ്ക്ക് പച്ചപ്പുല്ലുകളും അതുപോലെ തന്നെ ചുമപ്പും ബ്രൗണും കളറുള്ള പുൽത്തകടികളും ഈ പാറയ്ക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി താഴത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ വിശാലമായൊരു പാറയാണ്. ഇത് ഈ അറ്റം തൊട്ട് അങ്ങനെ അങ്ങോട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിൽ ചില പാറക്കല്ലുകളുള്ളത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശ്രമത്തിനിരിക്കാനും അതുപോലെ കുശലം പറഞ്ഞിരിക്കാനും എല്ലാം സൗകര്യമുണ്ടാക്കിയിരിക്കുന്നു. 6 വർഷമേ ആയിട്ടുള്ളൂ ഈ മനോഹരമായ ഈ പാറ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയത്. അതിനു മുമ്പ് ഇവിടെ അങ്ങനെ സഞ്ചാരികളോ സന്ദർശകരോ ആരും വന്നിരുന്നില്ല. ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയതിന് ശേഷം ഇവിടെ കറണ്ട് കണക്ഷനും കാര്യങ്ങളും അതുപോലെ സൗകര്യങ്ങളും വന്നതുകൊണ്ട് പാറയുടെ മുകളിൽ നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടാനുള്ള വലിയ വലിയ ലൈറ്റുകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ കൈവരിപ്പാതയിലെ സൈഡിൽ എല്ലാം വലിയ ബൾബുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാത്രിയായാലും നല്ല പോലെ പ്രകാശം ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. നോക്കൂ, ഈ പാറ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു കുത്തനെയായിട്ടല്ല, ചെറിയ 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 രീതിയിലുള്ളൊരു കേവൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കയറുവാനായിട്ട് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവുകയുമില്ല. എന്താണെങ്കിലും ഞാനും വിചാരിച്ചു ഈ ഒരു പാറയിലേക്ക് ഒരു ട്രക്കിംഗ് ആയാലോ. അപ്പം ഞാനും അങ്ങനെ കയറുവാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറുവാനായിട്ട്. ആ സൈഡിൽ ആ കൈവരിപ്പാതയിലൂടെ സുഖമായിട്ട് നമുക്ക് കയറാം. ഇപ്പുറത്ത് നോക്കുമ്പോൾ കൈവരിപ്പാത പോലും യൂസ് ചെയ്യാതെ ആളുകൾ നടന്ന് കയറുവാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിൽക്കുന്നുണ്ടല്ലോ, നല്ല തണുത്ത ഒരു അന്തരീക്ഷത്തിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ പറയാം. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചേപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ഏകദേശം മെയിൻ സിറ്റിയിൽ നിന്നും ഒരു 12 കിലോമീറ്റർ ഉണ്ട്. തൃശ്ശൂർ മെയിൻ സിറ്റി, മെയിൻ ടൗണിൽ നിന്ന്. കാരണം നമ്മൾ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെയൊക്കെ അവിടെ നിന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ മെയിൻ സിറ്റിയിൽ നിന്ന് ഒരു 17 കിലോമീറ്റർ അകത്തേക്ക് തള്ളിയാണ് ഈ സ്ഥലം. നല്ല കാറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വൈകുന്നേരം ഒരു 6 മണി സമയമാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഇവിടെ വെച്ച് തന്നെ ആവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇന്ന് ഞങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ വ്ളോഗിലേക്ക്. അതായത് ചേപ്പാറയിലെ മനോഹരമായ കാഴ്ചയിലേക്കും അതേപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളിലേക്കും. നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുത്ത് വിറച്ച അന്തരീക്ഷമാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ? വരും. നമ്മളങ്ങനെ ചേപ്പാറ റോക്ക് ഗാർഡൻ്റെ പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. വിശാലമായ സൗകര്യമാണ് ഇതിൻ്റെ മുകളിലുള്ളത്. എന്തുമാത്രം സ്ഥലമാണെന്നറിയോ? ഇവിടെ സുഖമായിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ശുദ്ധവായുവും അതേപോലെ തന്നെ നമ്മൾ ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും കാണുന്ന ആ പച്ചപ്പും ഈ പാറയുടെ സൗന്ദര്യത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്.
നമ്മളിങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ മൊത്തം റബ്ബർ മരത്തിൻ്റെ ആ ഒരു വഴിയിൽ കൂടിയാണ് നമ്മൾ കടന്നു വന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പാറയുടെ ചൂട്ടിലെത്തുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഒരു പൊക്കത്തിലാണ് നമ്മൾ. പിന്നെ അതും കൂടാതെ വീണ്ടും പാറയുടെ മുകളിലേക്കും കൂടി കയറുമ്പോൾ എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് ആൾക്കാരാണ് ഈ മനോഹര ദൃശ്യം കാണാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചില ഫാമിലീസ് ഭക്ഷണം വരെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സുഖമായി മുകളിലിരുന്ന് കഴിക്കാൻ. വിശാലമായ സൗകര്യമാണ് ഇതിൻ്റെ മുകളിലുള്ളത്. എന്തുമാത്രം ഏരിയ ആണെന്നറിയോ, നമുക്ക് സുഖമായിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. വൈകുന്നേരം 6 മണിക്ക് ശേഷമായതിനാൽ തന്നെ വെയിലിൻ്റെ ചൂട് ഇവിടെ ഒട്ടും അനുഭവപ്പെടുന്നില്ല. അതേപോലെ തന്നെ നല്ലൊരു ഇളം കാറ്റും അതേപോലെ മഞ്ഞിൻ്റെ ഒരു കുളിർമയും നമുക്കിവിടെ അനുഭവപ്പെടാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. ആ ശബ്ദം ഒന്ന് കേട്ടാലോ. ആ കാറ്റിൻ്റെ ശബ്ദമാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത് കേട്ടോ. ആ ഭാഗത്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. ആ ഇളം കാറ്റൊക്കെ മാറി കാറ്റിന് ഇതിൽ ശക്തി കൂടുന്നുണ്ടേ. വിശാലമായ സ്ഥലമാണ് ഈ പാറയുടെ മുകൾ ഭാഗത്തുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലം. കുറച്ചൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ മുകളിലത്തെ ആ സ്പേസ് വളരെ വിശാലമായ പാറയുടെ മുകൾ ഭാഗമാണ് നിങ്ങളീ കാണുന്നത്. ഇതിൻ്റെ ചുറ്റും മുഴുവനും പച്ചപ്പാണ്. ഈ പാറയുടെ ചുറ്റുഭാഗം മുഴുവനും ഒരു കാട് പോലത്തെ ഒരു ഫീലിംഗ്, അതായത് പച്ച കളറാണ് ചുറ്റും. ഈ പാറയ്ക്കാണെങ്കിൽ ഒരു ഇളം ചുവപ്പ് കളറും. എന്ത് ഭംഗിയായിരിക്കും ആലോചിച്ച് നോക്കൂ ഈ ദൃശ്യം കാണാൻ. ഇതിപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. പാറയുടെ താഴ്വാരം മുഴുവനും ചുവപ്പ് പുൽത്തകിടുകളും താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഒരു കാട് ഫീലിങ്ങുമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഹോട്ടൽ, അതുപോലെ റൂം സ്റ്റേ, അങ്ങനെ ഒരു 1-2 ഹോട്ടൽസും താഴെ ഭാഗത്തായിട്ട് ഉണ്ട്. കൈവരിപ്പാതയിലൂടെ ഒരുപാട് ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴ്വാരത്തിലെ മനോഹരമായ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി, അപ്പോഴും ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക്. ഏത് പ്രായക്കാർക്കും സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ കൈവരിപ്പാത വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രക്കിങ്ങിന് എല്ലാവർക്കും പ്രായം അങ്ങനെ നോക്കാതെ തന്നെ ആളുകൾക്ക് സുഖമായി ഇവിടെ ട്രക്കിങ്ങിന് വരാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ രാത്രി സമയത്ത് ഭയങ്കര വെളിച്ചമാണെന്നാണ് പറയുന്നത്. വലിയ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കയറി വരുന്ന ആ ഒരു നമ്മുടെ കൈവരിപ്പാതയുണ്ടല്ലോ, ആ ഭാഗത്തെല്ലാം നല്ല ഫോഴ്സുള്ള ലൈറ്റാണ്. ഭയങ്കര ദൂരം വരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ്സാണ് ഉള്ളതെന്നാണ് താഴത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ചെറുതായി ഇരുട്ടി തുടങ്ങി, അപ്പോൾ അതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു 6:30 സമയമായി. പെട്ടെന്ന് ഇപ്പോൾ നേരം ഇരുട്ടുന്നതുകൊണ്ട് ഇരുട്ടായി തുടങ്ങുന്നു. പക്ഷേ ആ പാറയുടെ മുകൾ ഭാഗത്ത് ചെറിയ വെളിച്ചമൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 6:45 കഴിഞ്ഞു. അപ്പോൾ അതേ നല്ല ഇരുട്ടായി. ഇപ്പോൾ അതേ നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചം ഒന്ന് നോക്കൂ. എന്തൊരു പവർഫുൾ ലൈറ്റാണെന്നറിയോ. ഭയങ്കര ഒരുപാട് ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. വെളിച്ചത്തിൽ, അതായത് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. കാരണം ഈ ഒരു ചുറ്റും ഈ പാറയുടെ മുകൾ ഭാഗത്ത് തന്നെ കുറച്ച് മരങ്ങളുണ്ട്, ചെറിയ മരങ്ങൾ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്ന താഴ്വാരത്തെ പച്ചപ്പെല്ലാം ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ബ്ലാക്ക് കളറാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പാറക്കെട്ട് കാണുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ നമ്മളൊരു പിക്ചർ കണ്ടിട്ടില്ലേ, ആ ഒരു പിക്ചർ പോലെയാണ് ശരിക്കും ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആ മൊത്തം ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക്, അതിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഈ പാറയുടെ മുകളിലുള്ള ആ വെളിച്ചത്തിൻ്റെ ആ ഒരു പവർ, അതുകൊണ്ട് പാറയുടെ മുകൾ ഭാഗം ഇങ്ങനെ മനോഹരമായിട്ടും അതേപോലെ പാറയുടെ സൈഡിൽ, അതായത് മുകൾ ഭാഗത്ത് പാറയുടെ സൈഡിലുള്ള ഈ പച്ചപ്പിന് നല്ലൊരു കളറുമുണ്ട്. ഇതാ നോക്കൂ, ഇത് പാറയുടെ മുകളിലുള്ള ചെറിയ മരങ്ങളാണ് കേട്ടോ. അതൊന്നും ഈ വെളിച്ചത്തിൽ നല്ല പ്രകാശമായിട്ടിരിക്കുവാണ്.
പാറക്കെട്ടും അതിസുന്ദരമായി തന്നെ ഇരിക്കുന്നു. പക്ഷേ താഴത്തെ താഴ്വാരത്തിലുള്ള ആ ഒരു മരങ്ങളൊക്കെ കറുത്തിരിക്കുന്നു. ഭയങ്കര ഭംഗിയല്ലേ ഇത് കാണാൻ? എന്തൊരു പവറാണെന്നറിയോ ഈ ഒരു ലൈറ്റിന്. ആ ഒരു പാറയുടെ മൊത്തം ഏരിയയും അത്രയ്ക്ക് വെളിച്ചമാണ് കേട്ടോ ഈ ഒരു ലൈറ്റിന്. പാറയുടെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു മരങ്ങൾ ചെറിയ ചെറിയ മരങ്ങളാണ് കേട്ടോ. നല്ല രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇരുട്ടത്ത് ഈ പാറയുടെ മനോഹാരിത ഒന്ന് കണ്ടു നോക്കൂ. മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇത് താഴത്തു നിന്നും ആ ഒരു കറണ്ടിൻ്റെ ആ ഒരു കണക്ഷനാണ് കേട്ടോ മുകളിലേക്ക് ആ ലൈറ്റിലേക്ക് പോയിരിക്കുന്നത്. അതിന് യാതൊരു സേഫ്റ്റിക്കൊന്നും ഒരു കുറവുമില്ല, ഒരു പ്രശ്നവുമില്ല. ആ ലൈറ്റിൻ്റെ ആ ഒരു പവറാണ് മുകളിലേക്ക് പവർ കൊടുത്തേക്കുന്നതാണ് ആ കാണുന്നത്. ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാനും അതുപോലെ ഒരുപാട് ആളുകൾ എക്സസൈസിന് വേണ്ടിയും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഹലോ, ഇപ്പം നമ്മൾ ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇത് നമ്മളിപ്പോൾ കണ്ട ചേപ്പാറ എന്ന് പറഞ്ഞ ഒരു വലിയ മനോഹരമായ ഒരു പാറയുടെ മുകൾ ഭാഗത്താണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6:30 പക്ഷെ ഇപ്പോഴത്തെ ഇതനുസരിച്ചൊരു പെട്ടെന്ന് ഇരുട്ടാവുന്ന സമയമാണല്ലോ. അപ്പോൾ ശരിക്കും ഇവിടെ നല്ല ഇരുട്ടായി കേട്ടോ. പക്ഷെ നല്ലൊരു വെളിച്ചം നോക്കി ലൈറ്റ് ഉണ്ട്. പക്ഷെ അപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ട് ഒട്ടും ആ ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ. പ്രത്യേകിച്ച് ഇതിന് മുകൾ ഭാഗത്തായിരുന്നു നല്ല കാറ്റും അതേപോലെ തന്നെ മഞ്ഞിൻ്റെ ചെറിയൊരു തണുപ്പും എല്ലാം ഈ ചേപ്പാറയുടെ മനോഹാരിത കൂട്ടുമാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ കാണാനായിട്ട്. അതേപോലെ തന്നെ നല്ല സുഖമാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചേപ്പാറ. അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു സാധനം കാണാൻ അങ്ങനെയല്ല, പക്ഷെ പ്രകൃതിയുടെ ഭംഗി അങ്ങേയറ്റം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതും ഈ പാറക്കെട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ കണ്ടില്ലേ, നമുക്കിങ്ങനെ കൈ പിടിച്ച് കയറാനായിട്ടുള്ള ഒരു ഭാഗവും ഒരു ട്രെക്കിങ്ങിൻ്റെ ഒരു ഫീലിംഗ് ചെറിയ രീതിയിൽ എല്ലാവർക്കും അനുഭവപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇരിക്കാനാണെങ്കിൽ നല്ല സുഖം. ആ ഒരു ചെറിയൊരു ഇളം കാറ്റും ചെറിയൊരു മഞ്ഞിൻ്റെ ആ ഒരു കുളിർമയും എല്ലാം ശരിക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. പാറയുടെ മുകളിലുള്ള ചെറിയ ചെറിയ മരങ്ങൾ, വളരെ കുഞ്ഞു മരങ്ങളാണ്, അതാണ് ഈ കാണുന്നത്. ചെറിയ മരങ്ങളും അതുപോലെ ചെറിയ പുൽത്തകിടികളും എല്ലാം ഉണ്ട്. അത് നമ്മൾ ഈ പാറയുടെ മുകൾ ഭാഗത്ത് വന്ന് നമ്മളൊരു റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു പാറയ്ക്ക് സൗന്ദര്യം കൂട്ടുന്നതാണ് കേട്ടോ ഈ ചെറിയ ചെറിയ മരങ്ങൾ. വലിയ പൊക്കമൊന്നുമില്ല, ചെറിയ മാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. ഇതെങ്ങനെ ഇതൊക്കെ ഒരു പ്രകൃതിയാൽ തന്നെ ഇങ്ങനെ വന്നേക്കുന്നതാണല്ലോ. ചെറിയ മാവുകളാണ് ആ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് പാറക്കല്ലുകളൊക്കെ ഉണ്ട് ഈ മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാറയുടെ മുകളിൽ കയറിയാൽ ആ പാറയുടെ മുകളിലുള്ള ഈ പാറക്കല്ലുകളിൽ കയറി ഇരിക്കുന്നതും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ നോക്കൂ എന്തുമാത്രം ആളുകളാണെന്നറിയോ. ആളുകളൊക്കെ എന്താ പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ ഇത്തിരി 7 മണി കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരായിട്ട് പതുക്കെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് താഴ്വാരത്തിൻ്റെ ഒരു ദൃശ്യമാണ് കേട്ടോ ഞാൻ ഈ രാത്രി സമയത്ത് ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ പാറയുടെ മുകളിൽ നിന്നും താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു ദൃശ്യമാണിത്. അതിൻ്റെ താഴ്വാരമാണ്. ഞാൻ വീണ്ടും പറയുന്നു, കുത്തനെയുള്ള പാറയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഡേഞ്ചറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ കൈവരിപ്പാതയും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ച് സുഖമായിട്ട് ഇറങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏതൊരു ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ശ്രദ്ധ മസ്റ്റായിട്ട് വേണം. നല്ലപോലെ ഇരുട്ടായി. അപ്പോൾ ഞങ്ങളും ഇറങ്ങാൻ പോകുവാണ്. അപ്പോൾ ആളുകൾ ഓരോരുത്തരുടെ ഇറങ്ങി തുടങ്ങുന്നു. താഴത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ റോഡിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പ്രകാശമാണ് കേട്ടോ. അതിനും മാത്രം ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പാറയുടെ താഴ്വാരം കാണാൻ അതിമനോഹരമാണ്. പാറയുടെ ഭാഗം മാത്രം ബാക്ക്ഗ്രൗണ്ട് ഇരുട്ടത്ത് കാണുമ്പോൾ ആ മുകൾ ഭാഗം കണ്ടാൽ ശരിക്കും ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് ഇറങ്ങിയപ്പോൾ ആ ഒരു ഫോട്ടോ പോലെ തന്നെയുണ്ട് അല്ലേ? അപ്പം നമ്മുടെ വീഡിയോയുടെ വൈൻഡിങ് അപ്പ് ഞാൻ പാറയുടെ മുകൾ ഭാഗത്ത് വെച്ച് തന്നെ പറയുകയാണ് കേട്ടോ. പക്ഷേ അതോടെ നമ്മൾ വീഡിയോ തീരുന്നില്ല. താഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങുന്നതും അതേപോലെ തന്നെ താഴത്തെ കടയിൽ നിന്നും ഒരു നാരങ്ങാളം കുടിക്കുന്നതും കൂടി നമ്മുടെ വീഡിയോയിലുണ്ട്. അപ്പം മുഴുവനായിട്ട് വീഡിയോ കാണണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് പോകുവാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു 7 മണിയായി. ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അപ്പോൾ ഇനി തിരിച്ച് പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കയറി വന്ന പോലെ തന്നെ ആ ഒരു കൈപ്പടയിൽ പിടിച്ച് താഴത്തേക്ക് ഇറങ്ങണം. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര ഡേഞ്ചർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ പിടിച്ചിറങ്ങിയാൽ മതി. അങ്ങനെ കുത്തനെ പറ അങ്ങനെയൊന്നുമില്ല. കുറച്ച് അങ്ങനെ ഒരു സമനിരപ്പ് പോലെ തന്നെയാണ്. പതുക്കെ ഇറങ്ങിയാൽ മതി. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും ഞാൻ കരുതുന്നു. കാരണം ഈ ഒരു ഡെസ്റ്റിനേഷൻ എത്ര പേർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഇത് കുറച്ച് പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്ഥലം കാണാനും ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയാനും സാധിച്ചില്ല. ഞങ്ങൾ തന്നെയാണെങ്കിലും ഇത് കുറച്ച് ചോദിച്ചും പറഞ്ഞൊക്കെ അറിഞ്ഞ സ്ഥലമാണ്. കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വട്ടായി വാട്ടർഫാൾസ് ഇല്ലേ, അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വന്ന കുറച്ച് ആളുകളാണ് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ ഒരു ചേപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഈ ഗൂഗിളിൽ ഇത് നോക്കുന്നത് തന്നെ. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ 3-4 വർഷവും ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ ഒരു മനോഹരമായ ഒരു പാറ, അതിൻ്റെ മുകളിൽ ഇത്രയും ഭംഗിയുള്ള ദൃശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഞാനിങ്ങനെ യൂട്യൂബിലിട്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാനും ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കാനും വരാനും പറ്റിയാൽ അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ മനോഹരമായ വേറൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. ബൈ. അപ്പം അങ്ങനെ ഞാനും ദേ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറയിൽ പിടിപ്പിച്ചിരിക്കുന്ന ലൈറ്റ് കണ്ടോ? ഒരു കണ്ടില്ലേ, ഭയങ്കര വെളിച്ചമാണ് കേട്ടോ. അത് ഇറങ്ങുമ്പോൾ കണ്ടോ, നല്ല വെളിച്ചമാണ്. പാറയിലെല്ലാം ആ ലൈറ്റ് കൊടുക്കുന്നത്. അങ്ങനെ താഴ്വാരത്തിലെത്തി. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും മുകളിലേക്ക് ലൈൻ വലിച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല വെളിച്ചമാണ് കേട്ടോ. അതേ മുകളിലുള്ള ആ ഒരു ലൈറ്റാണിത്. പിന്നെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കണ്ടില്ലേ, ആ പാറ മുഴുവനും വെളിച്ചമാണ്. റോഡിലാണെങ്കിലും നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട അത്രയും വിശാലമായ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു നല്ലൊരു ചായ അതുപോലെ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ ഞാനൊരു തണുത്തൊരു നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. ഹസ്ബൻഡും മോളും ഒക്കെ കാപ്പി കുടിച്ചു. നല്ലപോലെ ദാഹിച്ചു കേട്ടോ മോളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. ചായയും കാപ്പിയും നാരങ്ങവെള്ളവും എല്ലാം കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾക്ക് ഡെക്കാത്തലോണിലൊന്ന് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ? അപ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ചേപ്പാറ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.